കൊല്ലൂരിൽ വന്ന് തൊഴണമെന്ന് എല്ലാവരും ആഗ്രഹമാണ്. കൊല്ലൂരമ്മ നിങ്ങളെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കണം, എങ്കിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വരാൻ പറ്റാത്തത്? അതൊന്ന് ആലോചിക്കണ്ട. നമ്മളിലുള്ള അധമ വിചാരങ്ങൾ നിങ്ങൾ വെടിയണം. വെടിഞ്ഞ് നിങ്ങൾ അകത്തേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ആ ഒരു മനസ്സ് നിങ്ങൾ കൊണ്ടുവരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിലുള്ള നെഗറ്റീവ് തരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു മാറ്റമാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ഈ ജലസ്, അസൂയ, അല്ലെങ്കിൽ എന്താ പറയുക, കുശുമ്പ്, വിദ്വേഷം, പക, അല്ലേ? ഒരാൾ നമ്മൾ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ നമ്മൾ പക വരും, അല്ലേ? അയാളോട് ഭയങ്കര വിരോധം തോന്നും. ആ വിരോധം വരെ നിങ്ങൾ ലിസ്റ്റിൽ കളയണം. നിങ്ങൾ സോഫ്റ്റായിട്ട് അത് സ്വീകരിച്ചുകൊണ്ട് അയാളോട് ആ വിരോധം കാണിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഇതെല്ലാമാണ് ഇതിനകത്ത് ഉള്ളിലുള്ള ഓരോ കാര്യങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ വെടിഞ്ഞ് നിങ്ങൾ പാകമായി കഴിഞ്ഞാലാണ് ദേവി നിങ്ങളെ വിളിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വിളിക്കത്തില്ല. അതാണ് ഇതിൻ്റെ കാര്യം. അങ്ങനെ ഒരു സാധനം നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെട്ടെന്ന് നിങ്ങൾക്കുള്ള വെടി വരും. അപ്പോൾ അത് എല്ലാവരും പറയും ദേവി വിളിക്കണില്ല. അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ട് തന്നെ വിളിക്കാത്തത്. നിങ്ങൾ ആ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഞാനീ പറയുന്നതൊന്നും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈ ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ എല്ലാവരും ഉണ്ടാവും. നെഗറ്റീവായിട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനെല്ലാം ഇംഗ്ലീഷിൽ കളഞ്ഞ് പാകമായപ്പോഴാണ് ദേഷ്യം എന്ന് പറഞ്ഞ സാധനമേ എനിക്കില്ല. ദേഷ്യം എത്രയൊക്കെ പ്രകടിപ്പിച്ചാൽ എനിക്ക് ദേഷ്യം വരില്ല. ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെയാണ്. ഒരു ശാന്തമായ രീതിയിൽ ഇരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഒരു ലവ് എനർജി എപ്പോഴും സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്താനായിട്ട് എന്നെ സഹായിച്ചത് കൊല്ലൂരമ്മയാണ്. ഒരു സംശയമില്ല എനിക്കകത്ത്. അതുകൊണ്ട് അടുപ്പിച്ച് ഇപ്പം 4ാമത്തെ മാസമാണ് ഞാൻ വരുന്നത്. അടുപ്പിച്ച് എല്ലാ മാസത്തിലും വരുന്നത്. 4th മന്താണ്. അപ്പോൾ ആരെങ്കിലും എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വരും. പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ വന്നു, പുള്ളി പറഞ്ഞ് നമുക്ക് പോകാറെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എൻ്റെ വണ്ടി എടുത്ത് അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടെ മാറി വണ്ടി ഓടിച്ച് ഇവിടെ എത്തി. സേഫായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. നിങ്ങളും ശ്രമിക്കുക, തീർച്ചയായിട്ടും പറ്റും. അതാണ് കൊല്ലൂരമ്മയുടെ മെസ്സേജ്. ആത്മീയപാതയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൊരു സന്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കൊല്ലൂരിലെ മൂകാംബിക ദേവിയെ ഭജിക്കുക, പ്രാർത്ഥിക്കുക, കൊല്ലൂരമ്മനെ ഒന്ന് കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും എളുപ്പത്തിൽ വരാൻ പറ്റില്ല ഇവിടെ. വൺസ് നിങ്ങൾ വന്ന് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, എപ്പോൾ വേണമെങ്കിൽ വരാം. പക്ഷേ ആ കണക്ഷൻ കിട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അത് സത്യമാണ്. അത് എത്രയോ ആൾക്കാർ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ വന്ന് വിട്ടാൽ അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ആത്മീയപാത തുറന്നു കിട്ടിയത്. ഇതിൻ്റെ മുമ്പിൽ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടും എന്താ പറയുക, ഏത് രീതിയിൽ നോക്കിയാലും ഇവിടെ വന്നിട്ടാണ് എനിക്ക് എല്ലാം കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഞാൻ പരമാവധി സമയങ്ങളിൽ ഇങ്ങോട്ടേക്ക് വരാൻ ശ്രമിക്കാറുണ്ട്. ആരെങ്കിലുമൊക്കെ നമ്മുടെ സുഹൃത്തുക്കളോ ഒക്കെ എന്നെ വിളിക്കാറുണ്ട്, അവർ ഇവിടെ ചെല്ലുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പറ്റിയ ആൾക്കാരാണ് ഞാൻ പോകാറുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വരും. സാധാരണ ഒറ്റയ്ക്കാണ് ഞാൻ കൂടുതൽ വന്നേക്കുന്നത്. നമ്മൾ ബസ്സിൽ കയറി പോരും. ഇങ്ങോട്ടേക്ക് ബസ്സുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് ബസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ താമസിക്കാം 2 ദിവസം പറ്റുമെന്നുണ്ടെങ്കിൽ. ഇവിടെ അത്ര വലിയ വാടക ഒന്നുമില്ല, ചെറിയ ചെറിയ വാടകയ്ക്ക് റൂംസ് കിട്ടും. അത് ദേവസ്ഥൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോട്ടൽസ് ഉണ്ട്. സേഫാണ്, ഏറ്റവും വലിയ കാര്യം സേഫാണ്. ഇവിടുത്തെ ആളുകൾ നല്ലതാണ്, ആരും നിങ്ങളെ പറ്റിക്കില്ല. എല്ലാവരും നല്ല മനുഷ്യന്മാരാണ്. ഇവിടെ വരിക, കണക്റ്റഡ് ആകുക. പിന്നെ നിങ്ങൾക്ക് അത് അലച്ചിലുണ്ടാവില്ല. ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയും. ഉറപ്പായിട്ട് നിങ്ങൾ വന്നം, കൊല്ലൂർ വന്നം. ഇവിടെ വന്ന് ദേവിയുടെ ഒരു അനുഗ്രഹം കിട്ടിയ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ വരെ ഇറങ്ങിപ്പോകും. എൻ്റെ അനുഭവമാണ്. നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾക്ക് പറ്റും. Brahma
അമ്പലത്തിൻ്റെ പുറത്ത് ഒരുപാട് അരങ്ങേറ്റങ്ങൾ നടക്കുന്നുണ്ട്, ഡാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഇവിടെ വരുന്നുണ്ട് സംഘമായിട്ട്. മിക്കവാറും കാണാറുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലാവണില്ല. എഴുതിയേക്കണേക്ക ഇവരുടെ ഭാഷയിൽ കന്നഡയിലാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ പുറകിൽ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കാം, പുറകിലാണ് ഈ നൃത്തമെല്ലാം നടക്കുന്നത്. ഇവിടെ ഇതിൻ്റെ പുറകിലായിട്ട് അന്നദാന മണ്ഡപമുണ്ട്. വരുന്നവരൊക്കെ പ്രസാദം കൊണ്ടൊന്ന് കഴിക്കുക. പുറകിലാണ്, സൈഡിലായിട്ട് വരും അന്നദാന മണ്ഡപം. കൊല്ലൂർ അമ്പലത്തിലാണുള്ളത്, മൂകാംബിക. ഇവിടെ വരുമ്പോൾ എപ്പോഴും കാണാറുള്ളൊരു സംഗതിയാണ്. ഇവിടെ നിങ്ങൾ വരുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് സാരികൾ ഇങ്ങനെ ഇവിടെ വിൽക്കാനായിട്ട് വിലയിട്ട് വെച്ചിട്ടുണ്ട് അവർ. ഇതൊക്കെ ഭക്തന്മാർ കൊടുക്കുന്ന സാരികളാണ്. അവരതിൻ്റെ മൂല്യം കണക്കാക്കിയിട്ട് 250 രൂപ, 650 രൂപ, പിന്നെ അതാ 750, അങ്ങനെ പല വിലകളിൽ പല പല ക്വാളിറ്റികളിലാണെങ്കിൽ അവർ തന്നെ വില കൂടുതലിട്ടിട്ട് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഇത് വാങ്ങിക്കൊണ്ടുപോകുന്നത് ഞാൻ കാണാറുണ്ട് കേട്ടോ. അവരത് ഉടുക്കാനാണോ അല്ലെങ്കിൽ പൂജാമുറിൽ വെക്കാനാണോ എന്ന് അറിയില്ല. ദേവിക്ക് ചാർത്തിയ സാരിയാണ്. മിക്കതും അവർ ചാർത്താറുണ്ട്, തിരക്കില്ലെങ്കിൽ ഞാൻ കാണാറുണ്ട് കൊടുത്തുകൊണ്ടുവന്നു കഴിഞ്ഞാൽ. അത് നല്ലൊരു വഴിപാടും കൂടിയാണ്. ഇവിടെ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു കൗണ്ടറുണ്ട്. സിൽക്കിൻ്റെ ഒക്കെ ഉണ്ട്, 3500 ആ റേഞ്ചിൽ ഒക്കെ ഉണ്ട്. നല്ല വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള സാരികളുണ്ട് ഇവിടെ. ഇത്ര സാരികൾ സാധാരണ കാണാറില്ല. ഇപ്പോൾ ഒരുപാട് സാരികൾ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് സാരികൾ സമർപ്പിക്കുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി സാരികളാണ്. പിന്നെ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ കടകളിൽ തന്നെ തൊട്ട് ഫ്രണ്ടിലുള്ള ഷോപ്പുകളിൽ എല്ലായിടത്തും സാരികൾ കിട്ടുന്നുണ്ട്. ബോക്സിലൊക്കെ ആക്കിയിട്ട് അവർ വിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇവിടെ അത് സമർപ്പിക്കാവുന്നതാണ്. നല്ല ക്യൂ ഉണ്ട്, ഇപ്പോഴും ക്യൂ അവസാനിച്ചിട്ടില്ല. ഇവിടെ കഷായം കുടിക്കാനുള്ള ആളുകളുടെ ക്യൂ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ഗീലാമ്പിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തതാണ്. ആ ഗീലാമ്പുകൾ ഇഷ്ടംപോലെ ഗീലാമ്പുകൾ കത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഗീലാമ്പ് കത്തിച്ചു. ഇത്തവണയും ഞാൻ ഗീലാമ്പ് കത്തിച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വെച്ചു. 4 ഗീലാമ്പ് കത്തിക്കുക ടോട്ടലി. അപ്പോൾ എന്നാലും തിരക്കാണെങ്കിലും ഇവിടെ നമുക്കൊരു പ്രത്യേക ഒരു വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. എത്രയൊക്കെ ആൾ വന്നാലും ഇവിടുത്തെ ആ ഒരു ചൈതന്യത്തിന് കുറവും സംഭവിക്കാറില്ല.